നീ വെക്ക. നിങ്ങളൊക്കെ ആരാ? എന്തിനാ ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നത്? അർഹിക്കാത്തത് ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാലും അത് നേടാനായി നീ ശ്രമിക്കരുത്. എന്ത് ധൈര്യത്തിലാ നീ ഇന്ദ്രപ്രസ്ഥത്തിന്റെ മുറ്റത്തേക്ക് പിഴച്ചുപറ്റ ഈ ചെറുക്കനെ കൊണ്ട് വന്നത്? ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ നിനക്ക് അർഹതയില്ല. പേടിക്കണ്ട. നിങ്ങളെ വേണമെങ്കിൽ എന്നെ കൊന്നോ, പക്ഷെ എന്റെ മോനെ ഒന്നും ചെയ്യരുത്. ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. ഒരു ജോലി ചെയ്യുമ്പോ അത് മുഴുവനായി തീർക്കണം. പാതി വെക്കുന്ന ശീലം എനിക്കില്ല. അങ്ങനെ ബാക്കി വെച്ച നാളെ മുന്നിൽ വന്ന് നിന്ന് ഇവൻ കണക്ക് ചോദിക്കും. അന്നിതൊന്നും തീർക്കാനുള്ള സമയം എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് പ്ലീസ് വേണ്ട. മഹിയേട്ടന്റെ മകനാണ് കിരൺ. അവനെ ഇല്ലാതാക്കിയേ പറ്റൂ. ഈ ഭൂമിയിൽ മഹിയേട്ടന്റെ അവകാശിയായി എന്റെ മകൻ പൃഥ്വി മാത്രമേ ഉണ്ടാകൂ. മൂത്ത മകനായി കിരണിനെ എല്ലാവരും അംഗീകരിച്ച ഞാനും എന്റെ പൃഥ്വിയും രണ്ടാം ഭാര്യയും മകനുമായി മാറും. അത് പാടില്ല. മഹിയേട്ടന്റെ സ്നേഹമോ സ്വത്തോ ഒന്നും പങ്കുവെച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എങ്ങനെയും അവനെ ഒഴിവാക്കണം. ഇനി ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തെ ഒരു കരടായി വരാത്ത വിധം എന്നേക്കുമായി വേണം ആ ശല്യം ഒഴിവാക്കാൻ. അതിന് നല്ലൊരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് ബുദ്ധി. തൽക്കാലം ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് ആരെയും അറിയിക്കാതെ നോക്കണം. പതിയെ, ആർക്കും സംശയം വരാത്ത വിധം. എടി കണ്ടു നോക്ക്, ഈ സിനിമയെ കണ്ട ആരെങ്കിലും പേടിക്കോ? ഇത് ഫുള്ള് ക്യാമറ ട്രിക്കാ. ഓ പിന്നെ പ്രേതം. ഞാനങ്ങ് പേടിച്ചു പോയി. ഒന്ന് പോടോ. പിന്നെ പ്രേതം വരാനല്ലേ? ഓ ഈ ട്രിക്കൊക്കെ ഞാൻ കുറെ കണ്ടതാ. കാലമാണ് ചവിട്ടി തള്ളി താഴെയിട്ടല്ലോ. സാധുവേട്ടാ, ഈ മനുഷ്യൻ എന്തോ ഈ കാണിക്കുന്നേ? സാധുവേട്ടാ, സാധുവേട്ടാ, എന്തോ ഇത്? സാധുവേട്ടാ, 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 എന്ത് പ്രാർത്ഥന നിങ്ങൾ കാണിക്കുന്നേ? മഹേട്ടാ,
അവിടെ ശബ്ദം കേട്ടത്? യ്യോ, സഹദേവാ, ചെറിയച്ച. എന്താടാ എന്താ സഹദേവാ, അയ്യോ, എന്താ ഇത് പറ്റി? ചെറിയച്ച എന്നെ കാണിക്കുന്നേ എന്താ ചെറിയച്ച എന്താണ് അവിടെ? എന്താ എന്ത് പറ്റിയതാ? എനിക്കൊന്നും അറിയില്ല പൂർണിമ. ഞാൻ കിടക്കുമ്പോ ഹൊറർ സിനിമ കാണുവാണെന്നും പറഞ്ഞ് ടാബും പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്നെ ചവിട്ടി താഴെ ഇട്ടപ്പെടാ ഞാൻ ഉണർന്നത്. ചെറിയച്ച